തീർച്ചയായും ഇപ്പോൾ കുറേ ആളുകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്, സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു, രാവിലെ മുതൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ചേച്ചി രാവിലെ മുതൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് അവിടുത്തെ അവസ്ഥ പറയാൻ കഴിയൂല നമുക്ക്. ഞങ്ങളാകെ ഹെൽപ്പില്ല. ഇന്നും കൂടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ടാവും. അങ്ങനെ പേടിച്ചിട്ട് ആരും ഹെൽപ്പും വരുന്നില്ല, ഒന്നും തരുന്നില്ല. ഞങ്ങളവിടെ കുടുങ്ങിക്കിടക്കുക. വീടിന്റെ മുകളിലേക്ക് കയറാൻ പറ്റുമോ? വീടിന് മേലെ രാത്രി 1:30 ഞങ്ങൾ എണീറ്റ് ഓടുക അവിടുന്ന്. റിസോർട്ടിലേക്ക് എല്ലാവരോടും കയറാൻ പറഞ്ഞ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേൾക്കുക. അങ്ങനെ ഞങ്ങൾ ഓടി. പിന്നെ അവിടെ എല്ലാവരും സ്റ്റേ ചെയ്ത് പിന്നെ അപ്പോഴത്തേക്കിനും ഇങ്ങനെ എല്ലാവരും കരച്ചിലും അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെ വരെ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പം വരും, എല്ലാവരും ഇപ്പം രക്ഷിക്കാൻ വരും എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ആരും വിളിക്കുന്നൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും എല്ലാവരോടും ആർമി വന്നിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞ്. വേറെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഫിസിക്കലി പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് എല്ലാം കഴിഞ്ഞില്ല, നമ്മളതെല്ലാം പോയി കഴിഞ്ഞില്ല അവിടുന്ന്. മകളെങ്ങനെയുണ്ട് മാനസികം? മക്കൾക്കൊന്നും അറിയില്ലല്ലോ, ഓരോ ഉറങ്ങുന്നില്ല, ഉറക്കത്തിലെടുത്തിട്ട് ഓടുന്നല്ല, ഇട്ട് ഡ്രസ്സോടെ ഇറങ്ങി ഓടുന്നതാണ് അവിടുന്ന്. ഓടാൻ കഴിഞ്ഞത് ഒരു കണക്കിന് ഭാഗ്യം. അടുത്തുള്ള സ്ഥലത്തുള്ള ആളുകളെ കുറിച്ച് അറിയോ? എന്താണ്? എന്റെ ഉമ്മ എല്ലാരും പോയി. ഉമ്മക്ക് എവിടെയുള്ളത് അവരൊക്കെ ഒലിച്ചു പോയി. പലരുടെയും അവസ്ഥ പ്രതീക്ഷ നമുക്ക് ചോദിക്കുമ്പോൾ തന്നെ വളരെ വിഷമമാകുന്നു ഇവരുടെ അവസ്ഥ. കാരണം പലരെയും ഈ വയ്യാത്ത ആളുകളെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്, ആംബുലൻസുകൾ ഇങ്ങനെ ചീറിപ്പായുകയാണ്. അങ്ങനെ ആശ്വാസത്തോടൊപ്പം തന്നെ വളരെ വേദനിപ്പിക്കുന്ന കുറെ കാഴ്ചകളും കൂടെയുണ്ട്. ഒരു ഭാഗത്ത് പലർക്കും ജീവൻ ലഭിച്ചതിൻ്റെ ഒരു സന്തോഷം, അതേസമയം തന്നെ എല്ലാം നഷ്ടമായതിൻ്റെ ഒരു വേദനയും, അങ്ങനെ പലതരത്തിലുള്ള മാനസികാവസ്ഥയിലുള്ളവരാണ്. വളരെ വിഷമമുണ്ടാക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുന്നത്.